Hello everyone, welcome back to our YouTube channel. So ഈ സെയിം ഡ്രസ്സ് കുറച്ച് മുന്നത്തെ അല്ലെങ്കിൽ ഇനി ഇത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു വീഡിയോയിൽ ചിലപ്പോൾ കാണുന്നു വരാം, ചിലപ്പോൾ കുറച്ച് മുന്നത്തേലേ വരുള്ളൂ. അതായത് ഞങ്ങളിപ്പോൾ ഒരു വീഡിയോ ഇട്ട് സെയിം ഡേ തന്നെ ഞങ്ങൾ ആ സെയിം ഇതിൽ തന്നെ ഇറങ്ങിയേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും, അതുകൊണ്ടാണോ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാനും അപ്പൂസും ഇച്ചാനും കൂടെ ഒരു സൺഡേ ഈവനിങ് ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. എല്ലാ സൺഡേ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടികളുണ്ടാവും. അപ്പൊ ഇന്ന് അപ്പൂസിന്റെ വെക്കേഷൻ ആയിട്ട് അപ്പൂസിന് എപ്പോഴും ഉള്ള പരാതിയാണ്, എനിക്ക് എപ്പോഴും ആള് മീംസ് ഒക്കെ അയച്ചു തരും, അല്ലെങ്കിൽ ട്രോൾസ് അങ്ങനത്തെ വീഡിയോ ഒക്കെ അയച്ചു തന്നിട്ട് പറയും, ഇത് കണ്ടോ, ഇത് ഞാനാന്ന് പറയും. അയച്ചു തരുന്ന ട്രോൾസിന് മൊത്തം വെക്കേഷൻ എക്സ്പെക്ടേഷൻസ് വേഴ്സസ് റിയാലിറ്റി ഉള്ള സംഭവങ്ങളാണ്. അപ്പൊ എക്സ്പെക്ടേഷനില് ഭയങ്കര മീൻ പിടിക്കാൻ പോകുന്നത്, കുട്ടികൾ കളിക്കുന്നത്, അത് ഇത് ട്രിപ്പ് പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഇവന്റെ റിയാലിറ്റിയിൽ ഇവൻ ബെഡിലിരിക്കുന്നു, ഡോറ ബുജി കാണുന്നു, ഗെയിം കളിക്കുന്നു. മറ്റേ സിനിമയില് ഡോറ പോപ്കോൺ നിന്നിട്ട് കിടക്കില്ലേ, അതൊക്കെ അയച്ചു തരും. പാവപ്പൂസ്. അപ്പൊ എനിക്ക് പാവം തോന്നി. പിന്നെ നമ്മള് മൺഡേ ടു ഫ്രൈഡേ ഇപ്പൊ കോളേജും കാര്യങ്ങളും അഡ്മിഷൻസ് ഒക്കെ ആയിട്ട് ഫുൾ ബിസി ആയിരിക്കും. അപ്പൊ അതിനിടയിൽ എനിക്കൊരു ഗ്യാപ്പ് കിട്ടാറില്ല. അങ്ങനെ ഒരു വെയിറ്റ് ചെയ്ത് സൺഡേ എത്തിയപ്പോ ഞാൻ അപ്പൂസിനോട് പറഞ്ഞു, വാ നമുക്കൊരു റൈഡ് പോവാം. അങ്ങനെ അവന്റെ ചൂണ്ടയൊക്കെ അളിയൻ നാട്ടില് വന്നപ്പോ അവന് കൊണ്ടുവന്ന സാധനമായിരുന്നു ചൂണ്ട. എവിടെ അത്, എവിടെ അളിയൻ നാട്ടിൽ വന്നിട്ട് കൊണ്ടുവന്ന സാധനം ചൂണ്ട. കൊച്ചിന് നല്ലൊരു എന്താ പറയാ മോട്ടിവേഷൻ ഞാൻ കൊടുത്തേക്കാണ് മീൻ പിടിക്കാനായിട്ട്. ഇത്രയും നല്ലൊരു ഇൻസ്പിറേഷൻ വേറെ എവിടെ നിന്നും കിട്ടാൻ വഴിയില്ല. അളിയൻ തന്നെയാണ് പറഞ്ഞത്, വാടാ മീൻ പിടിക്കാന്നൊക്കെ. എങ്ങനെയാണെങ്കിലും ജീവിച്ചു നോക്കോളൂന്നൊക്കെ അല്ല അപ്പൂസേ. അതെ. അപ്പൊ മലയാറ്റൂർ റോഡാണ് നമ്മളിപ്പോ പിടിക്കുന്നത്. സോ ഇവര് രാവിലെ മല കയറാൻ പോയി, ഞാൻ പോയില്ല. അവർക്ക് കുറച്ച് ഭക്തി കൂടുതലും എനിക്ക് കുറച്ച് ഭക്തി കുറവും ആയതുകൊണ്ട് ഇന്നല്ലാട്ടോ. നമ്മുടെ ഈ മഞ്ഞപ്പറ റോഡുണ്ട്, അതുവഴി മലയാറ്റൂർക്ക് പോകുന്ന വഴി നല്ല രസമാണ്. ഫുൾ മരങ്ങളും കാടിന്റെ ഉള്ളിൽ കൂടെ പോകുന്നത് നല്ല രസമാണ്. പിന്നെ അതുവഴി മറ്റേ എങ്ങോട്ടാ അതിരപ്പള്ളിക്ക് പോകുന്ന വഴിയാണ്, റോഡ് നല്ലതാ, രസമുണ്ട് അതിലെ പോകാനായിട്ട്. അപ്പൊ ഇപ്പൊ വൈകുന്നേരം ഒരു ചെറിയ ചാറ്റൽ മഴ കാണിച്ച് ഇങ്ങനെ ചിരിച്ച് കാണിച്ചാലോ വന്നു പോയോന്ന് അറിയില്ല. ഇനി എങ്ങാനും ബിരിയാണി കൊടുത്താലോ. അത് മാത്രല്ല, അപ്പൊ മലയാറ്റൂര് ഞാൻ പോകാതിരുന്നത് എനിക്ക് വയ്യ. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇപ്പഴും വയ്യ എനിക്ക് മലയൊന്നും കയറി ഇറങ്ങാനുള്ള. നമുക്ക് പ്രൂവ് ചെയ്യണല്ലോ, ഭക്തി ഇല്ലാഞ്ഞിട്ടല്ല, എനിക്ക് വയ്യ. അതെ. അപ്പൊ ഇവര് പോയി വന്നപ്പോ മുതൽ ഇവിടെ ഒരാൾക്കും അതിനോടുള്ള ഒരു കമ്പം കയറിയിരിക്കണം, റോഡ് പോണം, വൈകുന്നേരം പോണം. അങ്ങനെ ഇവനെയും പൊക്കി ഞങ്ങൾ ഇറങ്ങി. ഇന്നത്തെ ഇൻട്രോ എന്റെ കുറച്ച് ലോങ് ആയിപ്പോയി, പതിവിൽ നിന്നും കുറച്ച് കൂടുതലാണ് ഇൻട്രോ. പക്ഷെ നിങ്ങൾ ക്ഷമിക്കണം, ഇത്രയും പറഞ്ഞെത്തിക്കാൻ പെടുന്ന എന്റെ ഒരു പാട് നിങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ. അപ്പൊ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് മലയാറ്റൂർ എത്താറായിട്ടുണ്ട്. എവിടെ തുറവൂരായിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ ഇനി ഈ സാഹചര്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പോഴെങ്കിലും നിങ്ങൾ എന്നെ ഒന്ന് പുറത്തിറക്കിയല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി പോകുന്ന വഴിക്ക് വിശേഷങ്ങൾ നമുക്ക് കാണാം. ബൈ. നമ്മൾ ഓൾമോസ്റ്റ് അങ്ങനെ മലയാറ്റൂർ റോഡിലേക്ക് കടന്നു. ഭയങ്കര മരങ്ങളൊക്കെ ആയിട്ട് പക്ഷെ നല്ല കാറ്റ് പിടിക്കുന്നുണ്ടാവും നിങ്ങൾ. ഞാൻ പുറത്ത് വെക്കുന്ന വീഡിയോസിലെല്ലാം നല്ല കാറ്റ് പിടിക്കും, അതാണ് പ്രശ്നം. അത് ചായക്കടയാണോ ചായ? ഇത് അടച്ചു വെക്കാൻ ഈ സൗണ്ട് പിടിക്കും. നമ്മളെങ്ങനെ വനാന്തരങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. എനിക്കൊരു ചായ വാങ്ങിത്തരാൻ പറഞ്ഞിട്ട് അതുപോലും വാങ്ങിത്തരാതെ ഒരു വൈബൊക്കെ ചെയ്ത് ഇങ്ങനെ വെള്ളത്തൊക്കെ കണ്ടിട്ട് തിരിച്ചു വരും.
ഉണ്ടല്ലോ വിശക്കണോന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ മുന്നേ ഞാൻ പറഞ്ഞാൽ മാത്രമാണ് എനിക്ക് ആ വിശപ്പ് വരുന്ന ടൈമിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വിശക്കണമെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള 1 മണിക്കൂറിലായിരിക്കും ഇവരെനിക്ക് വാങ്ങി തരാൻ ഏതെങ്കിലും കടയിൽ നിർത്തി തരാം. അത്രയ്ക്ക് സ്നേഹമുള്ള വ്യക്തിയാണ്. നല്ല കടയും നല്ല സ്ഥലമൊക്കെ നോക്കി എന്നിട്ട് എത്ര നല്ല കടയിൽ കടയിൽ കയറിയിട്ട് നമ്മള് എനിക്കൊരു ചായ വേണോടാ, എനിക്ക് ചായ വേണം. വെള്ളം കണ്ടോ? വെള്ളം വെള്ളം ഇവിടെ ചൂണ്ടിടാൻ പറ്റൂല. അപ്പുറത്തൊക്കെ കാറൊക്കെ നിർത്തിയിട്ടുണ്ടല്ലോ അവിടെ. അപ്പുറത്ത് വരുന്ന ചൂണ്ടിടാം. ഐ തിങ്ക് അവിടെ മലയാറ്റൂർ കണ്ടില്ലേ കൊല്ലം? അവിടെ വരെ കണ്ടിട്ട് വരും. എനിക്കൊരു ചായ വാങ്ങി തന്നിട്ട് പോവായിരുന്നു. ആളെ ചായ കിട്ടും. അപ്പുറത്തെ ചായ കിട്ടും. ഏതെങ്കിലും ഒരു ചായ ഇവിടെ നിർത്തിയോ? എവിടെങ്കിലും നിർത്തും. ചേച്ചിയുണ്ട് ഇവിടെ. അങ്ങനെയൊന്നുമില്ല, എവിടെയെങ്കിലും നിർത്തി താഴെ. ചേച്ചി ചായ തരുമോ? നിങ്ങൾക്ക് ചായ ഉണ്ടേ? ചായ ടീ പോകോ. എന്താ ചാടിക്കോ എന്നുള്ള ഇതില. അതിൽ തുറക്കാൻ പറ്റുമോ നോക്ക് നീ. അയ്യോ എന്താ പൂസേ ഇടാൻ പറ്റോ? വണ്ടിന്ന് കൊള്ളു. അതൊന്നും കുഴപ്പമില്ല, നീ കേട്ടോ. ഏതെങ്കിലും 2 മീനെ കിട്ടിയ മമ്മീന്റെ അടുത്ത് പ്രൗഡ്ലി യു ക്യാൻ സേ മമ്മി കിട്ടി മമ്മി. ബാക്കിലോട്ട് വലിച്ചിട്ട് ഇറങ്ങാൻ അവിടെ എത്തുന്നു വണ്ടി. നീ ഇങ്ങോട്ട് വേടാ. നീ മറയണു. ഇപ്പൊ മതിയാ മീൻ മറയണു. എന്റെ കണ്ണും കൊണ്ട് പോരത്തിട്ടോ. വണ്ടി നീ പറ. വണ്ടിയൊന്നും വന്നില്ല. ഇത് ഞാനല്ല. അയ്യോ അത്ര നീളുണ്ടായിരുന്നു അതിന്. പിന്നെ അതൊന്നും നീളല്ലേ. യു ക്യാൻ ഒറ്റ വലിയിട്ടാ ഒറ്റ ഷോട്ട്. തന്നെ വന്നു. പോലീസിന്റെ മണ്ടത്ത് കിട്ടും. വണ്ടിയൊന്നുമില്ല. ഒരു ബൈക്കാരൻ വണ്ടി അത് എറിഞ്ഞു. എടാ അതിനകത്തൊരു മീൻ ഉണ്ടായിരുന്നല്ലോ, അവിടെ പോയി. അത് ദൂരത്ത് കയറിയിടോ. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. പോടാ അപ്പു. എന്നിട്ട് മീമിയാ. വഴിയിലൊരു കൊക്കിനെ പോലും വെറുതെ വിടാത്ത ജഗ്ഗൻ. അയ്യോ ഇതെന്താണ് സൂം ആവുന്നുണ്ടോ? ഇത് കൊക്കല്ലടി, മറ്റേ വേഴാമ്പൽ പോട്ടെ. കൊക്ക് പോലത്തെ ഒരു സാധനം. അതന്നെ.
നീണ്ട കാലും നീണ്ട ചുണ്ടൊക്കെ ഉള്ള സാധനം. എന്താ നിങ്ങൾക്ക് അറിയാൻ നിങ്ങളൊന്ന് കമന്റ് ചെയ്യൂ ഗൈസ്. ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. മീൻ അങ്ങനെ അതിസാഹസികമായി ഞങ്ങൾ തോറ്റു വന്നിരിക്കുകയാണ്, ഒന്നും കിട്ടിയില്ല. ഓക്കെ, നേരെ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. എവിടെയാണോ എന്തോ. ഇവന് ഒരേ നിർബന്ധം നിങ്ങൾക്ക് കാട്ടുകോഴീനെ കാണിച്ചെന്ന്, അതുകൊണ്ട് കാട്ടുകോഴീനെ കാണിക്കുന്നത്. വല്ല വീട്ടിലെയും കോഴിയായിരിക്കും. അളിയനും താങ്ങ്. കോഴീനെ എടുക്കണോ അളിയനെടുക്കല്ലേ, കോഴീനെ എടുക്ക. അപ്പൂസ നിന്റെ അടുത്ത് പക പോക്കൂട്ടവൻ. തുടങ്ങിയാൽ ഇനിയും താങ്ങ് കൂടുതൽ കിട്ടുമെങ്കിലും മനസ്സിലാവുന്നില്ല. ആ കൊച്ചിനെ വരെ മനസ്സിലായി. കള്ളിപ്പെണ്ണി എന്താണ് പശുമ്പ വീട്ടിൽ പോണല്ലേ? ഇത് രണ്ടുപേരും വീട്ടിൽ പോ. ഒരെണ്ണം വരണോ അതിനകത്ത് അപ്പുറത്തെ പോലെ. അയ്യോ ഇവിടൊക്കെ കുടുക്കമാണേ. പശുവിന്റെ സൗണ്ടാണോ കേൾപ്പിച്ചേ? അളിയനാണ് അതിന്റെ കൂട്ടര്. അത് അടുത്ത താങ്ങ്. കൂട്ടുകാരനോട് ചോദിക്ക്, ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്ക്. പോടാ, ഞാനില്ല. അടുത്ത പശുക്കള്. എന്തോരം പശുക്കള് അവിടെ. വണ്ടി ആടുന്നു, ഒലയുന്നു. നിറച്ച് പശുക്കളാട്ടോ ഇവിടെ. അയ്യോ 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 അയ്യോ, ബൈക്കുകാരനൊക്കെ വന്നു നോക്കി. അമ്മച്ചേ, ഇവിടെ ക്ലാരിറ്റി കിട്ടില്ല ഗൈസ്, പിന്നെ കാണിച്ചുതരാം. അയ്യോ, ആ ചേട്ടൻ പേടിച്ചോ. ഇതെങ്ങാനും വെളുത്ത പശുവിനെ അങ്ങനെ കാണാൻ കിട്ടാറില്ല അല്ലെ? എപ്പോഴും പശുവിന്റെ കളറ് ഈ ബ്രൗൺ കളറിലുള്ള പശുക്കളെ എപ്പോഴും കാണാം. വെള്ള പശുക്കള് കുറവാ. അവൻ ബാക്ക്ഗ്രൗണ്ടില് മ്യൂസിക് ഇട്ടുതന്നെ എനിക്ക്. പോട്ടെ, ഈ പോകുന്ന വഴിക്ക് കാടിന്റെ ഇടയിലുള്ള ഇങ്ങനെ കുട്ടി കുട്ടി വീടുകളൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നു ഗൈസ്. നമ്മള് സിനിമയിലൊക്കെ കാണുമ്പോൾ ഹൊററായിട്ടും അതുപോലെ മർഡറൊക്കെ ചെയ്യുന്ന പോലത്തെ ഉള്ള സ്ഥലങ്ങൾ. മീൻ കൂരവനത്തിന്റെ നടുക്കും കൂടെ വീണ്ടും നമ്മൾ ഒറ്റത്തോട്ടത്തിന് നടുക്കത് പോലൊരു വീട്. എന്തിന് അതെ, ഷൂട്ടിനൊക്കെ പറ്റിയ അടിപൊളി സ്പോട്ട്. തിരിച്ചു വന്ന ഭാഗ്യം. എടാ ഇവനിത് എവിടുന്ന് വരുന്നടാ ഇതൊക്കെ. അടിപൊളി സ്ഥലം, പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്ന പണ്ടത്തെ വീട്. ഇവിടെ ഒരുപാട് പേർക്ക് കഥകൾ പറയാനുണ്ടാവും. പറയണ, ബാക്കി പറയണ. നീ എന്ത് അമ്മോനെ, അടിപൊളി സാധനം. വണ്ടി താത്ത് അല്ല, ഗ്ലാസ് താത്ത്. ഫോട്ടോ എടുക്കണോ? എനിക്ക് പേടിയാവണ ചായ. വേണ്ട, നമുക്ക് പോവാം. എടാ ഇറങ്ങണ്ട, എടാ അപ്പൂസ് ഇറങ്ങണ്ട, എനിക്ക് പേടിയാ. കൊള്ളാം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇവിടെ മൊത്തം കാടാണ്. നമ്മളങ്ങനെ സിൽവർ സ്റ്റോം അടുത്ത്. സിൽവർ സ്റ്റോം പേര് പോലും കാണാൻ പറ്റുന്നില്ല.
ഇവിടെ കുറച്ച് തട്ടുകടകളുണ്ട്, അങ്ങടേക്ക് വന്നേക്കാം ഫുഡ് കഴിക്കാൻ. അവസാനം നമ്മൾ ആനയെ വരെ കണ്ടു. ബാക്കായി പോയി. ആണോ? തൃശ്ശൂർ പൂരം കഴിഞ്ഞ് പോണതാടാ. നീ ഒരു എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാ, ആനക്ക് ചെവിയില്ലെന്ന്. നോക്ക് നീ. ആനക്ക് ചെവിയുണ്ട്, പക്ഷെ അത് ചെവിയല്ല. അങ്ങനല്ല, അല്ല അങ്ങനെയല്ല. വിഷറി പോലെ ഒരു സാധനം ഉണ്ട്. ഇതൊന്നും കേക്കണ്ട ആൾക്കാർ അല്ലേ? അങ്ങനല്ലേ? അയ്യോ മറ്റേ തുമ്പിക്കായിട്ട് വിളിക്കണം. പോയ തുമ്പിക്കകത്തിട്ടാ ഗജരാജൻ മഞ്ഞാടിയ. ബാലൻസ് ചെയ്ത് രണ്ട് കാലുകളുണ്ട് അപ്പുറം. അത് ഞാൻ ചോദിച്ച ഡൗട്ട് ഒരു തവണ രണ്ട് സപ്പോർട്ട് കൊടുത്തേണുണ്ട് അവിടെ. അങ്ങനെ ഉണ്ടോ? ഇവൻ കൊറേ നേരം ഇങ്ങനെ ഇരുന്ന് എന്നെ നോക്കി പിടിപ്പിക്കണം. അടുത്താണ് അവിടെ. ആനയുടെ പേരെന്തായിരുന്നു എഴുതി വെച്ചിട്ടുണ്ടോ? ഗജരാജൻ കഴിഞ്ഞു പോയി. ഇത് വേറെയാ, പിന്നെ പേര് എഴുതി വെച്ചിട്ടില്ല. പോയി അവൻ. അയ്യോ അവന് പോയി. ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യടാ ആനക്കുട്ടാ. അയ്യോ ആയത് സാധനങ്ങളൊക്കെ സമർപ്പിച്ചോ ഇനി ഇവിടെ? How was the trip, Appu? എപ്പോ ട്രിപ്പ് പോയി? ഞങ്ങളൊന്ന് മലയാറ്റൂർ ട്രിപ്പ് പോയി കുറച്ച് മുന്നേ. ഞങ്ങൾ വൈകുന്നേരം പോയി തിരിച്ചെത്തിയപ്പോഴത്തേക്കും അനു എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം സിനിമയ്ക്ക് കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ കൂടുമ്പോൾ മെയിൻ പണി ഞങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നെയിൽ പോളിഷ് അടിച്ചിരിക്കുക, മേക്കപ്പ് പ്രൊഡക്ട്സ് നോക്കുക, ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ കലാപരിപാടികളിലേക്ക് പോവാൻ കേട്ടോ. അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ബൈ. ശരിക്കും പോസ് ചെയ്യും. ആ പോസ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കണേ. ചാടാ ഒച്ചയായ ചാടാ പുച്ചമാണി പോടാ ഒന്നിടഞ്ഞു നോക്കടാ ചാടാ